ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാരുണ്യ നിലയത്തിൽ സ്നേഹസംഗമം നടത്തപ്പെട്ടു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മാർ ഗ്രിഗോറിയോസ് കാരുണ്യ നിലയത്തിൽ ഓണത്തോടനുബന്ധിച്ച് സ്നേഹസംഗമം നടന്നു. കാരുണ്യ നിലയം മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ യോഹാനാൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പോലിത്തായുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം സഭാ അധ്യക്ഷനും മലങ്കര മെത്രാപ്പോലിത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ രോഗികളും കൂട്ടിരിപ്പുകാരുമടക്കം 250ഓളം പേർ ചടങ്ങിൽ പങ്കെടുത്തു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പുന്നൂസ് കൗൺസിലിംഗ് ക്ലാസ് എടുത്തു. വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് രോഗികൾക്ക് ഡയാലിസിസും കിറ്റുകളും മുത്തൂറ്റ് ഫിനാൻസ് ഓണക്കിറ്റുകളും വിതരണം ചെയ്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സർജിക്കൽ വിഭാഗത്തിലേക്കുള്ള പുതിയ വീൽ ചെയറുകളും സ്ട്രെച്ചറുകളും പരിശുദ്ധ കാതോലിക്ക ബാവ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കൈമാറി. കാരുണ്യ നിലയം സെക്രട്ടറി ഫാദർ ബിറ്റു കെ മാണി, ട്രഷറർ ജോൺ ചിറത്തലാട്ട് കോർപ്പിസ്കോപ്പ, മുത്തൂറ്റ് ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ജോർജ് ജോസഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ദീപ തെക്കേടം തുടങ്ങിയവർ പ്രസംഗിച്ചു. 1825 മുതൽ 1855 വരെ മലങ്കര സഭയെ സൈതേര്യം നയിച്ച പരിശുദ്ധനായ ചേപ്പാട് മാർ ദിവന്യാസോസ് മെത്രാപ്പോലിത്ത തിരുമേനിയുടെ മെത്രാപ്പോലിത്ത സ്ഥാനാരോഹണത്തിൻ്റെ 200-ാം വാർഷികം അദ്ദേഹം അന്തിമവിശ്രമം കൊള്ളുന്ന മലങ്കര സഭയുടെ തീർത്ഥാടന കേന്ദ്രമായ ചേപ്പാട് സെൻറ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ടു. ഇടവ വട്ടക്കാർ പരിശുദ്ധ അഞ്ചിന്മേൽ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പഴഞ്ഞി സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൻ്റെ പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിലെ മെഗാ തിരുവാതിര ശ്രദ്ധേയമായി. പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് മെഗാ തിരുവാതിര സംഘടിപ്പിച്ചു. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സംഘടിപ്പിച്ച തിരുവാതിര ഏറെ ശ്രദ്ധേയമായി. അധ്യാപകരായ ഫെമി വർഗീസ്, നിസ വർഗീസ്, സിനാവ് സണ്ണി എന്നിവർ നേതൃത്വം നൽകി. നവതി നിറവിൽ പുതിയ ഉയരങ്ങളിലേക്ക് മലങ്കര സഭയുടെ ഇരവിപേരൂർ ആശുപത്രി. നവീകരിച്ച ആശുപത്രി പരിശുദ്ധ കാതോലിക്ക ബാവ നാടിന് സമർപ്പിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആദ്യത്തെ മിഷൻ ആശുപത്രിയായ ഇരവിപേരൂർ സെൻറ് മേരീസ് മിഷൻ ആശുപത്രിയുടെ പുതിയ കെട്ടിടങ്ങളുടെ കൂദാശയ്ക്ക് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മോറാൻ മാർ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നവതി സമ്മേളനവും പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ഉദ്ഘാടനം ചെയ്തു. അഭിവന്യ ഡോക്ടർ യോഹാനാൻ മാർ ക്രിസ്റ്റമോസ് മെത്രാപ്പോലിത്ത അധ്യക്ഷത വഹിച്ചു. പൊതുസമ്മേളനത്തിൽ മാർത്തോമാ സഭയുടെ അഭിവന്യ ഡോക്ടർ യുവാക്കീം മാർ കൂറിലോസ് സഫ്രൻ മെത്രാപ്പോലിത്ത അനുഗ്രഹ സന്ദേശം നൽകി. പ്രമുഖ വ്യക്തികൾ ആശംസകൾ നേർന്നു. ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ പാറാട്ട് മാത്യൂസ് മാർ ഈവാനിയോസ് തിരുമേനിയുടെ 45-ാം ഓർമ്മ പെരുന്നാളും വന്ന PC യോഹന്നാൻ റമ്പാച്ചൻ്റെ 17-ാം ഓർമ്മയും ഓഗസ്റ്റ് 30-31 തീയതികളിൽ പാമ്പാടി മാർ കുര്യാക്കോസ് തേറായിൽ ഭക്തിപുരസ്സരം ആചരിച്ചു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിവന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. വട്ടക്കുന്നേൽ ബാവയോടൊപ്പം തോളോട് തോള് ചേർന്ന് പ്രവർത്തിക്കുകയും മലങ്കര സഭയുടെ സുന്നോദോസ് സെക്രട്ടറിയായി 27 വർഷം കോട്ടയം മദ്രാസന മെത്രാപ്പോലിത്തയായും ഭരണം നടത്തുകയും ചെയ്ത മലങ്കരയുടെ ഉരുക്കു ഗോപുരമായിരുന്നു ഭാഗ്യസ്മരണാർഹനായ പാറാട്ട് മാത്യൂസ് മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്ത. മുഖവശം നോക്കാതെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്ന ന്യായാധിപനെ, കൃത്യനിഷ്ഠ പാലിക്കുന്ന കർമ്മധീരന്, മലങ്കരയുടെ കരുത്തനായ മെത്രാപ്പോലിത്ത തുടങ്ങിയ വിശേഷങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് ധ്യാനയോഗങ്ങൾ, ഭക്തിപരമായ റാസയും ശ്ലൈഹിക വാഴ്വും ഖബറിങ്കൽ ധൂപാർപ്പണവും നേർച്ചയും നടത്തപ്പെട്ടു. എറണാകുളം രാജഗിരി ആശുപത്രി സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ പരിശുദ്ധ കാതോലിക്ക ബാവ മുഖ്യാതിഥിയായി. 1968 മുതൽ 71 വരെ പഠിച്ച കോട്ടയം സീമസ് കോളേജിൽ പരിശുദ്ധ കാതോലിക്ക ബാവ സന്ദർശിച്ചു. കോളേജ് അധികൃതരും അധ്യാപകരും ചേർന്ന് പരിശുദ്ധ ബാവയെ സ്വീകരിച്ചു. മെഡിക്കോൺ 2025 നടത്തപ്പെട്ടു. എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മലങ്കര സഭാ മക്കളുടെ സംഗമം എറണാകുളം സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പരിശുദ്ധ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ മെഡിക്കോൺ 2025 മുഖ്യ സന്ദേശം നൽകി. മെഡിക്കോൺ 2025 മെഡിക്കൽ കോൺഫറൻസിൽ പങ്കെടുത്ത മുതിർന്ന ഡോക്ടർമാരെ എറണാകുളം സെൻറ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ പരിശുദ്ധ കാതോലിക്ക ബാവ ആദരിച്ചു. യുവജനങ്ങൾ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി തീരണം. മന്ത്രി വീണ ജോർജ്. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ സംഘടിപ്പിക്കുന്ന കേന്ദ്രതല യുവജന വാരാഘോഷ ഉദ്ഘാടന സമ്മേളനം ചെങ്ങന്നൂർ ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ചെങ്ങന്നൂർ ബഥേൽ അരമനയിൽ വെച്ച് നടത്തപ്പെട്ടു. ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് മെത്രാപ്പോലിത്ത അധ്യക്ഷത വഹിച്ച സമ്മേളനം ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ നവതിയുടെ നിറവിൽ ആയിരുന്ന മലങ്കര സഭയുടെ വലിയ മെത്രാപ്പോലിത്ത അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലിമീസ് മെത്രാപ്പോലിത്തയെ ആദരിച്ചു. കുണ്ടറ MLA ശ്രീ PC വിഷ്ണുനാഥ് സമ്മേളനത്തിൽ മുഖ്യ സന്ദേശം നൽകി.
സമ്മേളനത്തോടനുബന്ധിച്ച് ഭിന്നശേഷി സൗഹൃദ സംഗമം നടത്തപ്പെട്ടു. സമ്മേളനത്തിൽ ചെങ്ങന്നൂർ ഭദ്രാസന യുവജന ആണവകാശ കിറ്റ് വിതരണോദ്ഘാടനം, രക്തദാന സെൽ ഉദ്ഘാടനം, മെറിറ്റ് അവാർഡ് വിതരണം, ഫുട്ബോൾ ടൂർണമെന്റ് വിജയികൾക്കുള്ള സമ്മാനദാനം എന്നിവ നിർവഹിക്കപ്പെട്ടു. സമ്മേളനത്തിൽ പൂർണ്ണ സന്യാസവ്രതത്തിലേക്ക് ഉയർത്തപ്പെട്ട വന്യ അപ്രയം റമ്പാൻ, തിരുവല്ല തഹസിൽദാരായി ചുമതലയേറ്റ ശ്രീ ജോബിൻ കെ ജോർജ് എന്നിവരെ ആദരിച്ചു. സമ്മേളനത്തിൽ സഭാ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ, മലങ്കര സഭ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടയം, നിരണം, മാവേലിക്കര, അടൂർ, തുമ്പവൺ, തിരുവനന്തപുരം ഭദ്രാസനങ്ങളിൽ യുവജന പ്രസ്ഥാനം കേന്ദ്രതല പ്രവർത്തനം ഭാരവാഹികളും സമ്മേളനത്തിൽ സംബന്ധിച്ചു. ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ വിവിധ ഇടവകളിൽ നിന്ന് വൈദികരും യുവജന പ്രസ്ഥാനം പ്രവർത്തകരും ആധ്യാത്മിക സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ 500-ലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. പിറവത്തിനി ആരും ഉച്ചപ്പട്ടിണി കിടക്കേണ്ട. പിറവം വലിയ പള്ളിയിൽ അന്നദാന പദ്ധതി ആരംഭിച്ചു. നിർധരരും രോഗികളുമടക്കം ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടാത്തവർക്കെല്ലാം പിറവം സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ നിന്ന് ഉച്ചഭക്ഷണം ലഭിക്കും. പള്ളി നടപ്പാക്കുന്ന അന്നദാന പദ്ധതി സെപ്റ്റംബർ 1 മുതൽ ആരംഭിച്ചു. പിറവം ടൗണിലും പരിസര പ്രദേശങ്ങളിലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടായി പട്ടിണി കിടക്കുന്നവർക്ക് ആശ്രയമാകുന്ന പദ്ധതിയാണിത്. പള്ളിയുടെ ഊട്ടുപുരയിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് അന്നദാനം ഉണ്ടാകുമെന്ന് വികാരി ഫാദർ ഏലിയാസ് ചെറുകാട്ട് അറിയിച്ചു. അഖില മലങ്കര ബാലസമാജം 2025 വാർഷിക ക്യാമ്പിന്റെ ലോഗോ പ്രകാശനം പ്രസ്ഥാനം പ്രസിഡന്റ് അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസോസ് മെത്രാപ്പൊലീത്ത ശ്രീ ജേക്കബ് മണ്ണുമൂടിന് നൽകി വളഞ്ഞവട്ടം സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച് നിർവഹിച്ചു. പ്രസ്ഥാനം വൈസ് പ്രസിഡന്റ് ഫാദർ ചെറിയാൻ ജേക്കബ് ഏവർക്കും സ്വാഗതം അറിയിച്ചു. ഇടവക വികാരി ഫാദർ ജോൺ ചാക്കോ, ബാലസമാജം കേന്ദ്ര ട്രഷറർ ശ്രീ തലിൻ മാത്യൂസ്, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി മഞ്ജു ജിസൻ, നിരണം ഭദ്രാസന ബാലസമാജം സെക്രട്ടറി ജിത്തു വർഗീസ്, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ മത്തായി ടി വർഗീസ് എന്നിവർ സന്നിഹിതരായിരുന്നു. കേന്ദ്ര ജനറൽ സെക്രട്ടറി ഫാദർ റിനോ കെ മാത്യു കൃതജ്ഞത അർപ്പിച്ചു. വാർഷിക ക്യാമ്പിന്റെ ലോഗോയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്കായി പ്രത്യേക മത്സരം ക്രമീകരിച്ചിരുന്നു. ലോഗോ മത്സരത്തിൽ 100-ൽ പരം കുഞ്ഞുങ്ങൾ പങ്കെടുത്ത് എൻട്രികൾ സമർപ്പിച്ചിരുന്നു. അതിൽ നിന്നും ഏറ്റവും മികച്ചതായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊച്ചി ഭദ്രാസനത്തിലെ തൃശൂർ ചുവന്നമണ്ണ് സെന്റ് ജോർജ് ദേവാലയത്തിൽ എൽദോസ് ജിജി ഡിസൈൻ ചെയ്ത ലോഗോയാണ്. ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ യൂയാക്കീം മാർ കൂറിലോസ് മെത്രാപ്പൊലീത്തയുടെ 151-ാം ഓർമ്മ പെരുന്നാൾ പരിശുദ്ധ സഭ കൊണ്ടാടി. സുറിയാനി ഓർത്തഡോക്സ് സഭയിൽ നിന്നും മലങ്കരയിലെത്തി മലങ്കര നസ്രാണികളുടെ ചരിത്രപ്രസിദ്ധമായ മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ കബറടങ്ങിയ യൂയാക്കീം മാർ കൂറിലോസ് മെത്രാപ്പൊലീത്തയുടെ ഓർമ്മ പരിശുദ്ധ സഭ ആചരിച്ചു. വിശുദ്ധ കുർബാനയെ തുടർന്ന് ഭാഗ്യസ്മരണാർഹനായ യൂയാക്കീം മാർ കൂറിലോസ് മെത്രാപ്പൊലീത്തയുടെ കബറിടത്തിൽ ധൂപപ്രാർത്ഥനയും നടത്തി. നവശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന ചാരിറ്റി പ്രവർത്തനത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് 900 വർഷത്തിന് നിറവിൽ നിൽക്കുന്ന മുളന്തുരുത്തി മാർത്തോമൻ പള്ളി 900 പേർക്ക് നൽകുന്ന സൗജന്യ ഡയാലിസിസിന്റെ പ്രാരംഭഘട്ട ഉദ്ഘാടനം സെന്റ് പോൾസ് പ്രയർ യൂണിറ്റ് നൽകുന്ന 10,000 രൂപ യൂണിറ്റ് ഭാരവാഹികളായ സാബു എടപ്പാറ, സുധാ മാത്യൂസ് കാഞ്ഞിരമ്പാറ എന്നിവർ ചേർന്ന് മെത്രാപ്പൊലീത്തായ്ക്ക് കൈമാറി. ധ്യാനം, പ്രാർത്ഥന, മൗനവ്രതം എന്നീ ജീവിതനിഷ്ഠകളിലൂടെ താപസനായി ജീവിച്ച മൈലപ്പുറ മാർ കുറിയാക്കോസ് ആശ്രമത്തിൽ കബറടങ്ങിയിരിക്കുന്ന താപസശ്രേഷ്ഠനായ വന്യ മാത്യൂസ് റമ്പാച്ചന്റെ 34-ാമത് ഓർമ്മ പെരുന്നാൾ മാർ കുറിയാക്കോസ് ആശ്രമ ചാപ്പലിൽ കൊണ്ടാടി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബയുടെ മുഖ്യ കാർമ്മികത്വത്തിലും അഭിമന്യ പിതാക്കന്മാരുടെ സഹകാർമ്മികത്വത്തിലും നടത്തപ്പെട്ടു. ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് ധ്യാന യോഗങ്ങൾ, ഭക്തിപരമായ നിർഭരമായ റാസയും ശ്ലൈകിക വാഴ്വും കബറിങ്കൽ ധൂപാർപ്പണവും നേർച്ചയും നടത്തപ്പെട്ടു. വൈദികർ, കന്യാസ്ത്രീകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികൾ 4 ദിവസമായി നടന്നുവരുന്ന പെരുന്നാൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. മലങ്കര സഭ പ്രഖ്യാപിച്ച മഹാദൗത്യം സാക്ഷാത്കരിക്കപ്പെടുന്നു. വയനാട്, മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെ ദുരിതബാധിതർക്ക് ഭവനങ്ങൾ നിർമ്മിക്കുന്നതിനായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ശ്രീ ജോൺ അലോഷ്യസിൽ നിന്ന് വാങ്ങിയ ഭൂമിയുടെ കരാർ ഒപ്പുവെച്ചു. കേരള ജനതയുടെ ദേശീയോത്സവമായ 2025-ാം ആണ്ടിലെ ഓണത്തെ മലയാളികൾ ആഘോഷപൂർവ്വം വരവേറ്റു. മലയാളികൾ മുൻപതിവ് പോലെ സ്നേഹത്തിൻ്റെയും നന്മയുടെയും സാഹോദര്യത്തിൻ്റെയും ഉറവുകൾ ഒരിക്കലും നഷ്ടമാകില്ല എന്ന സന്ദേശം ഉണർത്തി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിച്ചു. പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ എല്ലാ മലയാളികൾക്കും ഐശ്വര്യസമ്പൂർണ്ണമായ ഓണാശംസകൾ നേർന്നു. ഓണത്തോടനുബന്ധിച്ച് മലങ്കര സഭയുടെ എല്ലാ ഇടവകളുടെയും ആത്മീയ സംഘടനകളുടെയും സന്നദ്ധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ ഇടവക ജനങ്ങൾക്കും മറ്റ് സഹോദരങ്ങൾക്കും സമൂഹത്തിൽ അവശർക്കും അഗതികൾക്കും ബുദ്ധിമുട്ടിലായ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്യുകയും ഓണസദ്യയും മറ്റ് സഹായങ്ങളും നൽകുകയും ചെയ്തു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും നന്മയുടെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് നേരുന്നു. വിലായിൽ സന്തോം പ്രിന്റിംഗ് പ്രസ് ഉദ്ഘാടനം ചെയ്തു. 2025 ഓഗസ്റ്റ് 28-ന് വിലായിൽ അഭിമന്യ അലക്സിയോസ് മാർ യൂസേബിയോസ് മെത്രാപ്പൊലീത്ത സന്തോം പ്രിന്റിംഗ് പ്രസ് ഉദ്ഘാടനം ചെയ്തു. വെരി റവറന്റ് തോമസ് റമ്പാൻ, ഫാദർ രാജി ഈപ്പൻ,
ഫാദർ ജേക്കബ് തോമസ്, വന്യ വൈദിക ശ്രേഷ്ഠ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ജനനശതാബ്ദി പദ്ധതിയുടെ ഭാഗമായി കൂടുതൽ പരിശീലനാർത്ഥികളെ ഉൾക്കൊള്ളുന്നതിനായി കൂടുതൽ സ്ഥലവും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയതിനോടൊപ്പം വർദ്ധിച്ചുവരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ദരിദ്രരായ യുവാക്കളെ ലക്ഷ്യം വെച്ചുള്ള ഡിജിറ്റൽ പ്രിന്റിംഗ് സാങ്കേതികവിദ്യയിൽ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആരംഭിക്കുന്നതുമാണ് സന്തോം പ്രിന്റിംഗ് പ്രസ് ലക്ഷ്യമിടുന്നത്. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.